بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب الجهاد من الإيمان ഈമാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ജിഹാദിനെ സംബന്ധിച്ച് പറയുന്ന ബാബാകുന്നു. ബാബിനെ ജിഹാദിലേക്ക് ഇളാഫത്ത് ചെയ്തു, മിന്നിനെ നമ്മൾ ഇബ്തിദായിയാമില്ലാക്കി. നാം പറഞ്ഞു നിഫാഖിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ ഈമാനിൻ്റെ അടയാളങ്ങളാണ് ഓരോരോ മൂമിനിക്കും അവനിക്ക് ഈമാനുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഒരു ലക്ഷണം നാം പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിൻ്റെ ഇഹ്യാ. അത് പല രൂപത്തിലുണ്ടെങ്കിലും ഈമാനുള്ളവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹിന് വേണ്ടി മാത്രമാവുകയും അല്ലാഹുവിനെ കാണും പോലെയാവുകയും അവൻ്റെ ഈമാനായിരിക്കണം അവനതിന് പ്രേരിപ്പിച്ചത്, വേറെ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആ ഖിയാമ് അവൻ്റെ ഈമാൻ്റെ അടയാളമാണ്. അതുപോലെ ഈ ജിഹാദ് ഒരു മനുഷ്യൻ പല രൂപത്തിൽ ചെയ്യും. അവൻ്റെ ഒരു ജോലിയായി ജിഹാദ് പോകും. പട്ടാളക്കാരനാണ്, അതൊക്കെ നിർവാഹമില്ല, അങ്ങനെ പട്ടാളത്തിൽ പോകും, ഒരു ജോലിയാണത്. അല്ലെങ്കിൽ പ്രസക്തിക്ക് വേണ്ടി പോകും, അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒനീമത്ത് കിട്ടും, അതിന് വേണ്ടി പോകും. അങ്ങനെ പല ലക്ഷ്യങ്ങളും അതുകൊണ്ടുണ്ടാവാം. അല്ലെങ്കിൽ അവൻ്റെ ഭരണാധികാരി അവനക്ക് ഇഷ്ടമാണ്, പാർട്ടി ഓപ്പർ ഇഷ്ടമാണ്, അവനെ തൃപ്തിയാക്കാനാവാം. അതൊന്നും മൂമിൻ്റെ അടയാളമല്ല. മൂമിനാകുമ്പോൾ അവൻ്റെ ജിഹാദ് ഈമാനായിരിക്കണം അവനെ പ്രേരിപ്പിക്കുന്നത്. ഈ അർത്ഥമാണ് ഇവിടെ ഏറ്റവും യോജിപ്പുള്ള അർത്ഥം. അടുത്ത ബാബുള്ളത് ഇമാം ബുഖാരി കഴിഞ്ഞ ബാബിൽ, ആദ്യത്തെ ബാബിൽ ലൈലത്തുൽ ഖദ്ർ രണ്ടാമത്തെ പറഞ്ഞു. രണ്ടാമത്തെ ബാബ് മൂന്നാമത്തെ ബാബാണ് ബാബുൽ ജിഹാദി മിനൽ ഈമാൻ. ഇനി അടുത്ത ബാബ് എന്താ? ബാബു തതവ്വുഇ ഖിയാമി റമളാന മിനൽ ഈമാൻ. അടുത്ത ബാബു അതിനോടനുബന്ധിച്ച ബാബ് തന്നെയാണ്. ഈ 4 ബാബുകൾ പരസ്പരം ബന്ധമുള്ള 4 ബാബുകളാണ്. ബാബു സൗമി റമളാന ഇഹ്തിസാബൻ മിനൽ ഈമാൻ. കണ്ടില്ലേ? മൂമിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. അതോടുകൂടെ ഇവിടെ ചോദ്യം വരും, ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ ഖിയാം, റമളാനിലുള്ള നോമ്പ്, റമളാനിലുള്ള ഖിയാം, ഇത് 3 അല്ലേ ഒപ്പം പറയേണ്ടത്? അതിൻ്റെ ഇടയിൽ 2 പരസ്പരം നല്ല ബന്ധമുള്ള, ലൈലത്തുൽ ഖദ്റും റമളാൻ എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമല്ലേ, അത് രണ്ടിൻ്റെയും ഇടയിൽ എന്തിനാ ഒരു ജിഹാദിൻ്റെ ചർച്ചയോടെ കൊണ്ടുവന്നതെന്നൊരു ചോദ്യം വരും. അതിന് മഹാന്മാർ പറയുന്ന മറുപടി എന്താ? പലരും പല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല മറുപടി, ലൈലത്തുൽ ഖദ്റിൻ്റെ ഖിയാം, റമളാനിലെ ഖിയാം, റമളാനിൽ കൂടുതലായി പകലിലുള്ള നോമ്പ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ ജിഹാദിൻ്റെ ഭാഗങ്ങളാണ്. ജിഹാദുൽ അക്ബറുമുണ്ട്, ജിഹാദുൽ അസ്ഗറുമുണ്ട്. യുദ്ധത്തിന് വേണ്ടി ശത്രുക്കളോട് നേരിടാൻ പോകുന്നത് ജിഹാദാണ്. അത് മനസ്സിൽ ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാകുമ്പോൾ അതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. അതാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ ലൈലത്തുൽ ഖദ്റിലുള്ള ഖിയാമിനിക്ക് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അവൻ്റെ നഫ്സ്, ആ നഫ്സിനോട് അവൻ ജിഹാദ് ചെയ്തെങ്കിലേ അവനിക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ ഇഹ്യാ നടക്കുള്ളൂ. ആ നഫ്സിനോട് ജിഹാദ് ചെയ്തെങ്കിൽ റമളാനിൻ്റെ ഇഹ്യാ നടക്കുള്ളൂ. ആ നഫ്സിനോട് ജിഹാദ് ചെയ്തെങ്കിൽ റമളാനിലെ പകലില്ല നോമ്പ് നടക്കുള്ളൂ.
എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പരസ്പര ബന്ധമുള്ള ലൈലത്തുൽ ഖദ്റിൻ്റെയും റമളാൻ നോമ്പിൻ്റെയും റമളാൻ ഖിയാമിൻ്റെയും ഇടയിൽ ഈ ജിഹാദിനെ സംബന്ധിച്ചുള്ള ചർച്ച കൊണ്ടുവന്നത്. വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ മാതിരി അല്ലാതെ മുമ്പുള്ള കുഫറിനെ പറ്റി നിഫാഖിനെ പറ്റി പറയുന്നതിന് മുമ്പ് നാം അർത്ഥം വെച്ച മാതിരിയുള്ള അർത്ഥമാണ് ഇവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ ഈ പറയുന്ന അർത്ഥം ചിന്തിച്ചിട്ട് പോലുമില്ല. അവർ വെക്കുന്ന അർത്ഥം എന്താ? ബാബുൻ അൽ ജിഹാദു മിനൽ ഈമാൻ. ഇതൊരു ബാബാണ്. അൽ ജിഹാദു മുഫ്ത മിനൽ ഈമാൻ ഖബർ. ജിഹാദ് ഈമാൻ പെട്ടതാണ്. ഈമാൻ കാര്യങ്ങൾ അമലും ഫെയിലും പെടുമല്ലോ. ആ ഫെയിലിൽ പെട്ടതാണുള്ളവർക്ക് ബയാൻ ചെയ്യുന്ന ബാബാണ്. തൊട്ടുമ്പത്തെ ബാബ് ബാബുൻ ഖിയാം ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ. ലൈലത്തുൽ ഖദ്റിലുള്ള ഖിയാമാകുന്ന ഈമാനിൽ പെട്ടതാണ്. ഇങ്ങനെ വെച്ച് പോകുന്നൊരു വിഭാഗം ഉണ്ട് ഇവിടെ. അങ്ങനത്തെ ശാരീരങ്ങളാണ് കൂടുതൽ നമുക്ക് കാണുക. എന്നാൽ ആ ഹദീസുകളിലൊന്നും, ഈ ബാബുകളിൽ പറഞ്ഞ ഹദീസുകളിലൊന്നും അത് ഈമാനിൻ്റെ ശുഅബയാണെന്ന് വ്യക്തമായി പറയണില്ല. ബാബിന് തെളിവ് പറയാൻ പറ്റൂല. പിന്നെ ബന്ധമില്ല, ബാബും ഹദീസും നമ്മൾ ബന്ധമില്ല എന്ന് വെക്കേണ്ടി അങ്ങനെ അർത്ഥം വെച്ചാൽ നേരെ നമ്മൾ വെച്ച മാതിരി ഈ ബാബിനെ ജിഹാദിലേക്ക് ഇളാഫത്ത് ചെയ്തു മിന്ന് ഇബ്തിദായുമാക്കിയ നല്ല മുനാസബത്താണ്. ഹദീസ് 100% ബാബുമായി ബന്ധമുള്ളതാണ്. അങ്ങനെയാണ് ഇത് വെക്കേണ്ടതും. കാരണം മുനാഫിക്കിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ മൂമിൻ ലക്ഷണം പറയേണ്ടത് തന്നെയാണ്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبكتابه. حدثنا حرمي بن حفص قال حدثنا عبد الواحد قال حدثنا عمارة قال حدثنا أبو زرعة بن عمرو بن جرير قال سمعت أبا هريرة رضي الله عنهم عن النبي صلى الله عليه وسلم أنه قال انتدب الله لمن خرج في سبيلي لا يخرجه إلا إيمان بي وتصديق برسلي أن أرجعه بما نال من أجر أو غنيمة أو أدخله الجنة ولولا أن أشك على أمتي ما قعدت خلف سرية ولوددت أني أقتل في سبيل الله ثم أحيا ثم أقتل ثم أحيا ثم أقتل. ഈ ഹദീസിൽ 5 റാവികളാണുള്ളത്. ഒന്നാമത്തത് ഇമാം ബുഖാരിയുടെ മഹാനായ ഉസ്താദ് ഹദ്ദസന ഹറമിയ്യ് ബിനു ഹഫ്സിൻ എന്നോർത്ത് പറഞ്ഞ ഹറമിയ്യ് ബിൻ ഹഫ്സ് എന്ന മഹാൻ. അവിടെ പേരെന്നെ ഹറമിയ്യ് എന്നാണ്, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹറമിയ്യ് ബിൻ ഹഫ്സ് അത്തക്കിയാണ്. ഇമാം ബുഖാരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അബൂദാവൂദ്, നസായി എന്നുള്ളവരെല്ലാം ഹറമിയിൻ്റെയും അവിടെയും ഇടയിൽ മറ്റൊരാളുണ്ട്. ഇവരെ തൊട്ട് ഇമാം മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർ മുസ്ലിമിൻ്റെ ഉസ്താദല്ല എന്നർത്ഥം. ഇവരുടെ വഫാത്ത് 223 ഹിജ്റ, അതല്ല 226 അഭിപ്രായമുണ്ട്. രണ്ടാമത്തവർ അബ്ദുൽ വാഹിദ് എന്നവരാണ്. അവരുടെ സ്ഥാനപ്പേര് കുഞ്ഞത്തരം അബൂ ബിഷർ. അവരുടെ പിതാവ് സിയാദ്, അബ്ദുൽ വാഹിദ് ബിൻ സിയാദ് അൽ അബ്ദിയു അൽ ബസരിയു വയുറഫു ബിസ്സഖഫി. അബ്ദിയാണ്, ബസരിയാണ്, അതുപോലെ സഖഫി എന്ന നിസ്ബ കൊണ്ടും അറിയപ്പെടലുണ്ട്.
യഹ്യ എന്നവരും അബൂ ഹാത്തിം, അബൂ സുർഅ ഇങ്ങനെയുള്ള യഹ്യബ്നു മഈൻ, യഹ്യബ്നു മഈൻ അവർ അബൂ ഹാത്തിമിന് റാസി, അബൂ സുർഅ ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാവരും പറയുന്നത് സിഖത്തുൻ. വഖാല ഇബ്നു സഅദ് സിഖത്തുൻ കസീറുൽ ഹദീസ്, സിഖത്താണ്, ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാകുന്നു. ഇമാം ബൈഹഖി അവരെ സംബന്ധിച്ച് പറയുന്നത്, അവർ മറ്റുള്ളവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഹദീസിനിക്ക് തഫറുദുണ്ടായാൽ, അതായത് അവരുടെ തുണക്കാർ റിപ്പോർട്ട് ചെയ്യാത്ത വല്ല ഹദീസുകളും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്ത വല്ല പദപ്രയോഗങ്ങളും നടത്തിയാൽ അത് അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ അവരെ തൊട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ അബൂ ബിശ്ർ അബ്ദുൽ വാഹിദ് ബിൻ സിയാദ് അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്താണെങ്കിൽ പിന്നെ അവിടെ ചിന്തിക്കേണ്ടതില്ല. മുത്തഫരിദായ തഫറുദ് സംഭവിച്ചു കൊടുത്ത് ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്ന മഹാനാണ് അവർ എന്നാണ് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ വഫാത്ത് 177 അവരുടെ ഹദീസിന് അബ്ദുൽ വാഹിദ് ബിൻ സിയാദ് അവരുടെ ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇതേ സ്ഥാനത്ത് അബ്ദുൽ വാഹിദ് ബിൻ സിയാദ് എന്ന് പറയുന്ന അവരുടെ അതേ തൊബക്കയിൽ അതേ കാലക്കാരനായിട്ട് വേറെ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് ഉണ്ട്, അൽ ബസരി, അവർ ബസറക്കാരനാണ്. അപ്പോൾ നമ്മുടെ അബ്ദുൽ വാഹിദ് ബിൻ സിയാദ് ബസരിയായ മാതിരി അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് അവർ അതേ കാലക്കാരനും കൂടി അതേ തൊബക്കയിൽപ്പെട്ട ആളാണ്, അവർ ബസറക്കാരനുമാണ്. പക്ഷേ അവർ ദഈഫാണ്. അവരെ തൊട്ട് അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്നവരെ തൊട്ട് ബുഖാരിയിലോ മുസ്ലിമിലോ ഒരൊറ്റ ഹദീസ് പോലുമില്ല. അപ്പം അബ്ദുൽ വാഹിദ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചിന്തിക്കേണ്ടതുണ്ട്, ആരാണ്? അബ്ദുൽ വാഹിദ് ബിൻ സിയാദാണോ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദാണോ? അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദാണെങ്കിൽ ഹദീസ് സ്വീകരിക്കപ്പെടൂല. മൂന്നാമത്തത് ഉമാറയാണ്, ബിളമ്മിൽ ഐനിൽ മുഹമ്മന, ഉമാറ ഇബ്നുൽ കഅകാ ഇബ്നു ശബുർമ ഇബ്നു അഖി അബ്ദുല്ലാ ഇബ്നു ശബുർമ അൽ കൂഫിയു അൽ ലബ്ബിയു റവാ അൻഹു സൗരിയു വൽ അഅ്മശു വഗൈറുഹുമാ. സുഫിയാനു സൗരി, അഅ്മശ്, സുലൈമാനുൽ അഅ്മശ് ബിൻ മിഹ്റാൻ അവരല്ലാത്ത ധാരാളം ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരിയിൽ വന്നിട്ടുമുണ്ട്, പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ മഹാനായ യഹ്യ പറഞ്ഞത് സിഖത്തുൻ, അബൂ ഹാത്തിം പറഞ്ഞത് സ്വാലിഹുൽ ഹദീസ്, റവാലഹുൽ ജമാഅ, ധാരാളം ആളുകൾ അവർ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാലാമത്തത് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ സുർഅ എന്ന് പറയുന്ന മഹാനാണ്, ബിളമ്മിസായി വഖ്തുലിഫ ഫി ഇസ്മിഹി വഅശ്ഹറുഹാ ഹറമുൻ. അബൂ സുർഅ ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ സുർഅയുടെ പേരിലാണ് അറിയപ്പെടുക. അവരുടെ പേരെന്ത് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹറമാണെന്ന അഭിപ്രായമുണ്ട്, അബ്ദുറഹ്മാൻ എന്ന അഭിപ്രായമുണ്ട്, അംറാൻ എന്ന അഭിപ്രായമുണ്ട്, ഉബൈദുള്ള എന്ന അഭിപ്രായമുണ്ട്. അവരുടെ പിതാവ് അംറാണ്, പിതാവിൻ്റെ പിതാവ് ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയാണ്. അപ്പോൾ ജരീർ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന സ്വഹാബി ഈ പറഞ്ഞ അബൂ സുർഅയുടെ വല്ലിപ്പയാണ്, പിതാവിൻ്റെ പിതാവാണ്. അവർ ചരിത്രത്തിൽ പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞത് അവരുടെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ്. എന്നാൽ അധിക മഹാന്മാരും ചരിത്രകാരന്മാർ പറയുന്നത് അബ്ദുല്ലാഹിൽ ബജലി എന്ന ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ മകനായ അംർ എന്നവർ മകന് ഗർഭമുണ്ടായ സമയത്ത്, അംറിൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായ സമയത്താണ് അവരുടെ മരണം, പിതാവിൻ്റെ മരണം. അങ്ങനെ ഈ കുട്ടിക്ക് പിതാവിൻ്റെ പേര് വല്ലിപ്പാൻ്റെ പേരായ ജരീർ എന്നായിരുന്നു ഇട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അബൂ സുർഅൻ്റെ പേര് ജരീർ ബിൻ അംർ ബിൻ ജരീർ എന്നാണ്. ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി എന്ന് പറയുന്നത് ബുജൈര കബീലക്കാരനാണ്, വലിയ സുജായിയാണ്, വലിയ സുന്ദരനാണ്.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജരീർ ഇബ്നു അബ്ദില്ലാഹി ബജരീനെ പരിചയപ്പെടുത്തുന്നത് ജരീറു യൂസുഫ് ആദിഹിൽ ഉമ്മാന, ഈ ഉമ്മത്തിലെ യൂസുഫ് നബിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സൗന്ദര്യത്തിൽ ജരീർ ഇബ്നു അബ്ദില്ലാ. അതോടുകൂടെ വലിയ മനുഷ്യനായിരുന്നു, നല്ല ആരോഗ്യമുള്ള മസിലുള്ള നല്ല യുദ്ധയോദ്ധാവായ ഫാരിസായ. അതോടുകൂടെ ഖാദിസിയ യുദ്ധത്തിലെല്ലാം ഒന്നാമത്തെ ദിവസത്തിൽ, ഖാദിസിയ യുദ്ധം 2-3 ദിവസം നീണ്ടുന്ന യുദ്ധമാണ്, അതിൽ ഒന്നാമത്തെ ദിവസത്തിൽ പേർഷ്യൻ പട്ടാളക്കാർ ബുജൈല കബീലക്കാരെ ഒതുക്കണം എന്നെങ്കിലും നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ എന്ന നിലക്ക് ബുജൈലക്കാർ വലിയ പരീക്ഷണം നേരിട്ട അന്ന് ധീരതയോട് കൂടെ പോരാടിയവരാണ് ജരീർ ഇബ്നു അബ്ദില്ല. വലിയ പട്ടാളക്കാരനാണ്, വലിയ അഭ്യാസിയാണ്, ധീരനാണ്, സുന്ദരനാണ്. അവരെ വലിപ്പം പറയല്, അവരുടെ കാലിന്മേൽ ധരിക്കുന്ന ചെരുപ്പ് ഒരു മുഴമുണ്ടാവുന്ന, ഒരു മുഴം, അങ്ങാടിയൊന്നും അവർക്ക് വെച്ച് ചെരുപ്പ് വാങ്ങാൻ കിട്ടില്ല, തുന്നിക്കണം. ഒരു മുഴം നീളമുള്ള വലിപ്പമുള്ള കാലായിരുന്നു, അത്രയും വലിയ ആളായിരുന്നു. അങ്ങനെയുള്ള ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു അവരുടെ പേരക്കുട്ടിയാണ് അബൂ സുർആ എന്നവർ. അതാ സനദ് തന്നെ വായിച്ചല്ല, ഹദ്ദസന അബൂ സുർഅത്ത ഇബ്നു അംർ ബിൻ ജരീരിൻ. ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലിയാണ് ജരീർ പറഞ്ഞാൽ. ഖാല അബൂ സുർഅ എന്നവർ പറയുന്നു, സമീഅതു അബാ ഹുറൈറത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ കേട്ടവരാകുമ്പോൾ താബിഈയാണ്. റളിയല്ലാഹു അൻഹു അൻഹും അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു, അന്നഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻദദബല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല മടക്ക ഉത്തരം നൽകി. ചോദിച്ചതിനേക്ക് തിരിച്ചു പറയുന്ന മറുപടി, എനിക്കാണ് ഇൻദദബ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് പെട്ടെന്ന് ചോദ്യത്തിനേക്ക് ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകി. ആർക്കുത്തരം നൽകി? ലിമൻ, ഒരു മഹാനായ പടയാളിക്ക്. ഖറജ, അവർ പുറപ്പെട്ടു, ഫീ സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു, അദ്ദേഹത്തെ പുറപ്പെടുവിക്കൂല, ഇല്ലാ ഈമാനും ബി, എന്നെ കൊണ്ടുള്ള ഈമാനല്ലാതെ അവരെ പുറപ്പെടുവിക്കൂല. തസ്ദീഖും ബിറുസുലി, എൻ്റെ മുർസലീങ്ങളെ കൊണ്ടുള്ള തസ്ദീഖുമല്ലാതെ അദ്ദേഹത്തെ യുദ്ധത്തിന് വേണ്ടി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവിക്കൂല. അങ്ങനെയുള്ള മഹാൻ, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു റസൂലിനെ കൊണ്ടും വിശ്വസിച്ചവർ, അവരെ വിശ്വസിച്ചും കൊണ്ട് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതൊരു പ്രാർത്ഥന ഉൾക്കൊള്ളും. എന്താ? എൻ്റെ ഈ പുറപ്പെടലിനെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ, നിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം സധീരം ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണേ, ആരോഗ്യം നൽകണേ, എന്നിൽ നിന്ന് നീ സ്വീകരിക്കണേ. എനിക്ക് എന്താണോ ഖൈർ ഈ യുദ്ധത്തിൽ, ഷഹാദത്ത് എനിക്ക് ഖൈറാണോ, ഷഹാദത്ത് നൽകണേ. ഇതാണല്ലോ ഇസ്ലാമിൻ്റെ പട്ടാളക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. മരണം പേടില്ല, മരണം ചോദിച്ചു വാങ്ങുന്നവരാണ്. അതല്ല, എനിക്ക് തിരിച്ചു വരൽ ഖൈറാണോ, നല്ല വിജയത്തോടു കൂടെ എന്നെ നീ തിരിച്ചു വരണേ. ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് അല്ലാഹു തആല മടക്ക ഉത്തരം നൽകി. എന്താ മടക്കുത്തരം? എന്താ മടക്കുത്തരം? അൻ അർജിഅഹു ഫിഫതിഹിൽ ഹംസതി, അർജിഅഹു, അവനെ ഞാൻ തിരിച്ചയക്കലിനെ. റജഅ ലാസിമായി ഉപയോഗിക്കും, മുതഅദ്ദിയായി ഉപയോഗിക്കും. അതുകൊണ്ട് ഉർജിഅ എന്ന് വായിക്കേണ്ട ആവശ്യമില്ല, അത് ലാസിം മുതഅദ്ദിയായ റജഅആണ്. അൻ അർജിഅഹു, ഞാൻ അവനെ തിരിച്ചയക്കലിനെ. ബിമാനാല, അവൻ എത്തിച്ചതായ, അവനക്ക് ലഭിച്ചതായ ഒന്നുകൊണ്ട്. ലഭിച്ചതെന്തിനാൽ? മിൻ അജ്രിൻ, കൂലിയാൽ, ഔ വനീമത്തിൻ, അല്ലെങ്കിൽ വനീമത്ത് മുതലിനാൽ. അപ്പം അവർക്ക് വനീമത്ത് മുതൽ കിട്ടിയാൽ അതുമായി തിരിച്ചു പോരാ, കൂലി ഏതായാലും ഉണ്ടാകും, അല്ലെങ്കിൽ കൂലി ഏതായാലും ഉണ്ടാകും. ചിലപ്പോൾ വനീമത്ത് കിട്ടില്ല എന്ന് വരും, യുദ്ധത്തിൻ്റെ അവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പം എന്തായാലും അവൻ്റെ പുറപ്പെടൽ ഞാൻ സ്വീകരിച്ചു, അവനെ യോദ്ധാവായി ഞാൻ അംഗീകരിച്ചു, യുദ്ധത്തിൽ പങ്കെടുത്ത് കൂലി ഏതായാലുണ്ട്.
അൽ ഔ ഗനീമത്ത് കൊടുത്തുള്ള ഔവു മാനിയത്തുൽ ഖുലൂവിൻ്റെ ഔവാണ്. അപ്പോൾ കൂലി ഗനീമത്ത് രണ്ടും കൂടിയോ രണ്ടാലൊന്നോ പറഞ്ഞാൽ അജ്ർ ഏതായാലും ഉണ്ടാവും. ഗനീമത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം വെറും മാനിയത്തുൽ ഖുലൂവിൻ്റെ ഔ എന്ന് പറഞ്ഞുകൂടാ. അജ്ർ ഏതായാലും ഉണ്ട്, അതോടുകൂടെ ഗനീമത്ത് ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഔ ഉദ്ഖിലഹു അല്ലെങ്കിൽ അവന് ഞാൻ കടത്തലിനെ ഞാൻ അവനിക്ക് വാഗ്ദാനം ചെയ്തു കൊടുക്കുന്നു. അൽ ജന്ന സ്വർഗത്തിൽ അന്നർജ്ജവും കതുപ്പാണ്. ഔ ഉദ്ഖിലഹു അല്ലെങ്കിൽ അവനെ ദുനിയാവിൽ വച്ച് തന്നെ നേരിട്ട് സ്വർഗത്ത് കടത്തുക. നേരിട്ട് സ്വർഗത്ത് കടത്തൽ ആരെ മാത്രമാണ്? സുഹദാക്കളെ മാത്രമാണ്. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവനുള്ളവരാണ്. ആ ജീവനോടെ നേരെ സ്വർഗത്ത് കടപ്പുകയാണ് അവർ. ജസദ് കണ്ടാൽ ജീവനില്ല എന്ന് തോന്നിപ്പോവും, മരിച്ചു എന്ന് പറയാൻ പാടില്ല അവരെ പറ്റി. അവർ നേരെ സ്വർഗത്തിലേക്ക് പോയവരാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് കടത്തുക, ഷഹാദത്ത് നൽകുക, അത് ഞാൻ അവനിക്ക് വാഗ്ദത്തം നൽകുന്നു. ഇന്തതബ എന്ന് പറഞ്ഞ പ്രയോഗത്തിനേക്ക് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടുള്ളത് തളമ്മനാന, അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. വേറെ വായത്തിൽ തക്കഫല എന്നുണ്ട് അതേ സ്ഥാനത്ത്. ഇതെല്ലാം ഇന്തതബൻ്റെയും അർത്ഥമായിട്ട് വരലുണ്ട്. വലൗല അന്ന ശുക്കാല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ ഞാൻ പ്രയാസമായി കരുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ഉമ്മത്തിൻ്റെ മേലിൽ ഞാൻ പ്രയാസമാക്കൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, മാ കഅത്തു ഞാൻ ഇരിക്കൂല ഖൽഫ സരിയത്തിൻ, ഒറ്റ സരിയത്തിൻ്റെയും യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർ അവരുടെ ശേഷം ഞാൻ ഇരിക്കൂല, അവരുടെ ബാക്കിൽ ഞാൻ ഇരിക്കൂല. ആര് എപ്പോൾ യുദ്ധത്തിന് പോകുന്നുണ്ടോ അവരെ കൂടെ മുഴുവനും ഞാനും ഉണ്ടാകും നേതാവായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ 17ഓളം യുദ്ധങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. വേറെ നബി തങ്ങൾ പങ്കെടുക്കാത്ത അതിലേറെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരൊറ്റ ശരീരത്തിനെയും വിട്ടുകൊണ്ട് ഞാൻ ഇരിക്കൂല, ഞാൻ എല്ലാത്തിനൊപ്പം യുദ്ധത്തിന് പോകും. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണത്. പക്ഷെ ഞാനത് പോവാത്തത് എൻ്റെ ഉമ്മത്തിനത് പ്രയാസമാകും എന്നുള്ളതാണ്. രണ്ട് നിലക്കുള്ള പ്രയാസമാണ്. ഒന്ന്, ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ കൂടെ കഴിയുന്ന പട്ടാളക്കാർ മുഴുവനും പോവേണ്ടതാണ്. ശരീഅത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുന്ന പട്ടാളക്കാർ അവർ പോയാൽ മതി. ഇനി ആൾക്കാർ പോയിക്കോളി എന്ന് പറഞ്ഞാൽ അവരാണ് പോയാൽ മതി. അതിന് ഒന്നോ രണ്ടോ ക്യാപ്റ്റന്മാരും ഉണ്ടാവും. നേരത്തെ റസൂലുള്ള നേരിട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പം അവിടെയുള്ള ആ പട്ടാളക്കാരാവാൻ പറ്റുന്നവർ ആരുണ്ടോ അവർ മുഴുവനും പോവേണ്ടതുണ്ട്. അത് ചില സമയത്ത് എപ്പോഴും പോൽ പ്രയാസമായി വരും ആൾ ഉമ്മത്തിനിക്ക്. അതോടുകൂടെ വേറൊരു മശക്കത്തും കൂടി ഉണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസദു ശരീഫ കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് പോകുന്നവർക്കും പോകാതിരിക്കുന്ന ഉദറുള്ള മഅദൂരിങ്ങൾക്കും നബി തങ്ങൾ യുദ്ധത്തിലാണല്ലോ എന്നുള്ളൊരു വലിയ ബേജാറുണ്ടാവും. അതവർക്ക് പ്രയാസമായി വരും. നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നബി തങ്ങൾ യുദ്ധമുഖത്തേക്ക് പോകുന്നത് മൂമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നബി തങ്ങളെ ഇസ്മത്ത് ചെയ്തതാണ്, കാവലാണ്. അല്ലാഹു യഅ്സിമുക മിനന്നാസ്, അല്ലാഹു കാക്കും, ഇസ്മത്തുണ്ടാകും, ഒക്കെ മൂമിനറിയാം. പക്ഷെ എന്നാലും മനുഷ്യ സഹജമായ ബേജാറ് മശക്കത്ത് മൂമിനിങ്ങൾക്കുണ്ടാകും. അങ്ങനെയുള്ള മശക്കത്തുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരൊറ്റ ശരീഅത്തും ഞാൻ ഇല്ലാതെ പോകില്ല. വലവദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു, അന്നീ തീർച്ചയായും ഞാനാകുന്നത് ഉഖ്തലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ കൊല്ലപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുമ്മ ഉഹ്യാ, പിന്നെ എന്നെ ഹയാത്താക്കപ്പെടലിനെയും ആഗ്രഹിക്കുന്നു. സുമ്മ ഉഖ്തലു, പിന്നെ എന്നെ കൊല്ലപ്പെടും. സുമ്മ ഉഹ്യാ, പിന്നെ എന്നെ ഹയാത്താക്കപ്പെടും. സുമ്മ ഉഖ്തലു, പിന്നെ എന്നെ കൊല്ലപ്പെടും. അങ്ങനെയാണ് എൻ്റെ യഥാർത്ഥ ഇഷ്ടം, അതാകുന്നു.
തങ്ങളുടെ ഒരു ആഗ്രഹം പോലെയാണ്. എനിക്ക് ദുനിയാവിലുള്ള ആഗ്രഹങ്ങളിൽപ്പെട്ടൊരാഗ്രഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരിക്കൽ യുദ്ധം ചെയ്യണം, എന്നിട്ട് ഷഹീദാവണം, പിന്നെയും എന്നെ ഹയാത്ത് തരണം, പിന്നെ യുദ്ധം ചെയ്ത് ഞാൻ ഷഹീദാവണം, പിന്നെയും എനിക്ക് ഹയാത്ത് നൽകണം, പിന്നെയും എന്നെ കൊല്ലപ്പെടണം. ഇങ്ങനെയുള്ളതിന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാന്മാർ പറയുന്നു, ആദത്തെന്ന നിലക്ക് മുംകിനല്ലാത്ത കാര്യം, സാധ്യമല്ലാത്ത കാര്യം, അതും ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് കിട്ടാത്ത സാധനമാണല്ലോ. ആദത്തും മുഹാലാണ് മരിച്ചാൽ ഹയാത്താകുക, മുജിദത്ത് വേണം കറാമത്ത് കൊണ്ട് ഹയാത്തായേക്കാം. പക്ഷെ ആദത്ത് എന്നൊരു സാധാരണഗതിയിൽ ഒരാൾ മരിച്ച ആളുകൾ ഹയാത്താവൽ പതിവില്ല. എന്നാൽ അതും ആഗ്രഹിക്കാം. കാരണം ഷഹാദത്തിൻ്റെ കൂലിയുടെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് ബാബുമായുള്ള ബന്ധം എന്താ? ലാ യുഖ്രിജുഹു ഇല്ലാ ഈമാനും ബി വതസ്സീകും ബിറുസുലി. യുദ്ധത്തിന് വേണ്ടി അവനെ പുറപ്പെടുവിക്കുന്നില്ല. ഇല്ലാ ഈമാനും ബി, എന്നെ കൊണ്ടുള്ള ഈമാനല്ലാതെ, വതസ്സീകും ബിറുസുലി, എൻ്റെ മുസ്ലിങ്ങളെ കൊണ്ടുള്ള തസ്സീക്കുമല്ലാതെ. തസ്സീക്ക് ഈമാൻ തന്നെയാണ്. അപ്പം എന്നെയും എൻ്റെ മുസ്ലിങ്ങളെ കൊണ്ടുമുള്ള ഈമാനാണ് അവനെ പുറപ്പെടുവിക്കുന്നത്. അപ്പം ഈമാൻ അവനുണ്ടായത് കൊണ്ട് അവനിക്ക് ഇഖ്റാജ് വരികയാണ്, അവർക്ക് യുദ്ധത്തിന് പോവലുണ്ടാകുകയാണ്. അപ്പം യുദ്ധത്തിനുള്ള പോവലൊന്ന് വേറെ, ഈമാൻ മറ്റൊന്നും അതിൽ നിന്ന് കിട്ടാണ്ട് ഒന്നാന്നല്ല കിട്ടുക. അതാ നമ്മൾ പറയുന്നത്, ഈമാൻ ഉണ്ടാകുമ്പോഴുള്ള ആ ഇഖ്റാജ്, ഈമാൻ പുറപ്പെടുവിക്കൽ, അത് മൂമിനെ ഉണ്ടാവുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടത്. അത് മൂമിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറ്റൊന്ന്, ഇല്ലാ ഈമാനും ബി വതസ്സീകും ബിറുസുലി. അവിടെ പറയേണ്ടത് എങ്ങനെ? ഇല്ലാ ഈമാനും ബിഹീന, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനല്ലാതെ. കാരണം ഇന്തതബല്ലാഹു ലിമൻ ഖറജ ഫീ സബീലിഹി ലാ യുഖ്രിജുഹു. അവിടെ ഫീ സബീലിഹി എന്നുള്ള മീർ അള്ളാഹുലേക്കാണ്. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കുന്നവനിക്ക് അള്ളാഹു തആല അവൻ്റെ ദുആക്ക് മറുപടിയായി നൽകിയിരിക്കുന്നു. ഞങ്ങളെ പുറപ്പെടുവിക്കുന്നവനാണ് ലാ യുഖ്രിജുഹു, അവിടെ പുറപ്പെടുവിക്കൂല. ഇല്ലാ ഈമാനും ബി, അവിടെ ഇല്ലാ ഈമാനും ബിഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ എന്നാണ് പറയേണ്ടത്. അവിടെ ബി എന്ന് പറയുന്നത് ഇൽത്തിഫാത്താണ്, ഗൈബത്തിൽ നിന്ന് ഹുദൂറിലേക്കുള്ള ഇൽത്തിഫാത്താകുന്നു.